നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തിനാ നിന്നെ ഞാൻ ചെമ്പകമംഗലത്തേക്ക് വിട്ടത്? അത് ഉടവാൾ അവിടെ നിന്ന് എടുക്ക. അല്ലാതെ കാർത്തിയുടെ പിറകെ കിന്നാരം പാടി നടക്കാനല്ല. ഞാൻ വൈകുമോളെ ഉറക്കുന്ന തക്കം നോക്കി അവൾ ഈ മുറിയിലോട്ട് വന്ന് കയറി. എന്നിട്ട് എന്റെ ഡ്രസ് ഇട്ട് ഇവിടെ പതുങ്ങി നിന്നു. ചെറിയ ബൾബിന്റെ വെളിച്ചത്തിൽ മുറിയിൽ നിൽക്കുന്നത് ഞാനാണെന്ന് കാർത്തിയേട്ട തെറ്റിദ്ധരിച്ചു. ഞാൻ സാധാരണ മീനാക്ഷിയോട് ചെയ്യുന്നത് പോലെ പിറകെ കൂടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവള് മനഃപൂർവ്വം കാർത്തിയേട്ടനെ നാണം കെടുത്തിയിട്ട് നമ്മളെ തമ്മിൽ അകറ്റാൻ ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷെ അത് സക്സസ് ആയില്ല. ഇങ്ങനെ സ്ത്രീകളുണ്ടോ? സ്ത്രീയും പുരുഷനെയും വേർതിരിച്ച് കാണണ്ട. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോന്ന് ചോദിച്ചാ മതി. ഉണ്ട്, ഇങ്ങനത്തെ മനുഷ്യരും ഉണ്ട്. മീനാക്ഷിയുടെ ആദ്യത്തെ വിരട്ടൊക്കെ കേട്ടപ്പോ ഞാനൊന്ന് പേടിച്ചു. എന്നാലും എന്റെ മാളു എന്നെ വിശ്വസിച്ചല്ലോ. ഈ മുറിയിൽ എനിക്ക് 2 നിധികളാ ഉള്ളത്. ആ രണ്ടും എന്റെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളാ. പൂജിക്കുന്ന വിഗ്രഹങ്ങളെ ആരെങ്കിലും അവിശ്വസിക്കോ? ഒന്ന് ഞാനാണെന്ന് മനസ്സിലായി. ആ രണ്ടാമത്തെ നിധി ഏതാ? ദാ നോക്ക്, എന്റെ അമ്പാടിക്കണ്ണൻ. ഭഗവാനാ എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്. ഇവര് വീണ്ടും ഇണക്കുരുവികളായി. മൈഥിലി എന്ന പരുന്ത് പറന്നും പോയി. അവളെ വീട്ടിൽ നിന്ന് പോയതോടെ ഈ വീട്ടിൽ ഇന്ന് കൊടുങ്കാറ്റുമില്ല, വെള്ളിടിയുമില്ല. കഷ്ടം. വൈശാഖേ, 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 വാതില് തുറക്ക്. വൈശാഖേ, ആരാ ഈ നേരത്തെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്? എന്തൊരു ശല്യത്. വൈശാഖേ, എടാ ഒന്ന് തുറക്ക് വാതില്. വരുന്നു. വൈശാഖേ, ഇതാരാ, മൈഥിലിയോ അതോ നിന്റെ പ്രേതോ? ഞാൻ പ്രേതമൊന്നുമല്ല, ഞാൻ മൈഥിലി തന്നെയാ. ഓ ആണോ? നീ എന്താ ഈ പാതിരാത്രിയിൽ ഇവിടെ? പാതിരാത്രിയൊന്നും ആയിട്ടില്ല. നീ കള്ളു കുടിച്ച് പൂസായതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ. ഓ, നീ ഇങ്ങോട്ട് വാ. നിക്ക്. അല്ല, നീ എന്തുകൊണ്ട് ഇപ്പൊ വന്നൂന്ന് എനിക്കറിയണം. എന്നിട്ടേ അകത്തോട്ട് കയറിയാ മതി. പറ, എന്താ ഇപ്പോ വന്നത്? എന്നെ അവര് ചെമ്പകമംഗലത്ത് നിന്ന് അടിച്ചിറക്കി വിട്ടണം. അടിച്ചിറക്കി വിട്ടുന്നോ? എന്ത് കാര്യത്തിന്? എന്ത് കാര്യം കൊണ്ടാ നിന്നെ അവര് പറഞ്ഞു വിട്ടേത്? എന്തിനീ നിനക്ക് നാക്കില്ലേ? ഞാൻ നടന്ന കാര്യങ്ങൾ പറയണം. പറഞ്ഞേ പറ്റൂ. എനിക്കറിയണം. നീ എന്തിനാ മീനാക്ഷിയുടെ ഡ്രസ് എടുത്തിട്ട് നിന്നത്? അത് തന്ത്രത്തോടെ താക്കോലെടുക്കാൻ. തന്ത്രത്തോടെ താക്കോലെടുക്കാൻ നീ ആരാ? മന്ത്രവാദിയോ? നിന്റെ തന്ത്രവും മന്ത്രവും കുതന്ത്രവും ഒക്കെ എനിക്ക് മനസ്സിലായടി.
കാർത്തിക്കിനെ മോഹിപ്പിക്കാനല്ലടി നീ ആ മീനാക്ഷിയുടെ വേഷം ഇട്ടുകൊണ്ട് നിന്നത്. എന്തൊക്കെ വൃത്തികേടാ വൈശാഖ് നീ പറയുന്നത്? ഞാൻ പറയുന്നത് പച്ചയായ സത്യം. നിന്റെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം നീ ഒളിപ്പിച്ചു വെക്കുന്ന സത്യങ്ങൾ. വൈശാഖ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ കാര്യമൊക്കെ നമുക്ക് പിന്നത്തേക്ക് വെക്കാം. നീ എന്തിനാ ചെമ്പകമംഗലത്ത് പോയി നിന്നത്? എന്തിനാ നിന്നെ ഞാൻ ചെമ്പകമംഗലത്തേക്ക് വിട്ടത്? അത് ഉടവാൾ അവിടെ നിന്ന് എടുക്ക. അല്ലാതെ കാർത്തിയുടെ പിറകെ കിന്നാരം പാടി നടക്കാനല്ല. ആ വാളെടുത്ത് കൊടുക്കാന്നും പറഞ്ഞ് ആ ഇന്ദ്രജയുടെ കയ്യിൽ നിന്ന് പലവട്ടം അഡ്വാൻസ് വാങ്ങിച്ച് പുട്ടടിച്ച് തീർക്കാൻ ഞാൻ. ഉടവാള് കൊടുത്തില്ലെങ്കിൽ ഒരു പടവാളിന് അവര് എന്റെ നിന്റെ തലവെട്ടും. ഞാൻ ഉടനെ ഒരു ദുർമരണം ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നീ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണം. ആ അതുകൊണ്ട് പിച്ചി മാന്തി പെൻസിലിന് കുത്തി എന്നീ സെന്റിമെന്റ്സും കൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട. ആരെ കൊന്നിട്ടാണെങ്കിലും ആ വാളും കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി. വാള് കിട്ടിയില്ലെങ്കിൽ എന്നെ അവര് കൊല്ലുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. കേട്ടോടി? ചെല്ല്, ചെന്ന് ആ വാളുമായിട്ട് വാ. വൈശാഖ് അയ്യോ മീനാക്ഷി, മീനാക്ഷി, നീ എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. ഉറക്കം വരുന്നില്ലെന്നോ? നേരെ ഒത്തിരിയായി മീനാക്ഷി, വന്നു കിടന്ന് ഉറങ്ങുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.